ഹലോ ഗൈസ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ആർസണലിൻ്റെ ഫോം അത്ര അങ്ങ് നന്നായിട്ട് നിൽക്കാത്തൊരു സാഹചര്യത്തിലാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ വരുന്നത്. പ്രീ ക്വാർട്ടറിൽ ആർസണലിന് കിട്ടിയത് നെതർലാൻഡ്സ് ടീമായ PSV എൻഡോവനാണ്. ഫസ്റ്റ് ലീഗ് മത്സരം അവരുടെ സ്റ്റേഡിയത്തിലായിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ആദ്യമേ പലരോടും ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. മേ ബി ഒരു ഗോളിൻ്റെ ഒരു നാരോ വിക്ടറി നമുക്ക് കിട്ടേയിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വിത്തൗട്ട് എ സ്ട്രൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ത്രീ ഇല്ലാണ്ട് നമ്മൾ വളരെയധികം ഗോള് കണ്ടെത്താൻ പെടാപ്പാട് വിടുന്ന ഒരു ക്ലിനിക്കൽ ടച്ച് കൊണ്ടുവരാൻ പെടാപ്പാട് വിടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ടീം കടന്നു പോകുന്നത്. അധികം ഗോളുകൾ വരാൻ ചാൻസ് ഇല്ല എന്നൊരു കാര്യമൊക്കെ ഷെയർ ചെയ്തിരുന്നു പലരുമായിട്ടും. പക്ഷേ ആ ഒരു ധാരണേനെ മൊത്തത്തിൽ അങ്ങോട്ട് തകർത്തൊടച്ച് കളയുന്നൊരു പെർഫോമൻസ് ആയിരുന്നു ആർസണൽ ഫിലിപ്സ് സ്റ്റേഡിയോണിൽ പോയിട്ട് കാഴ്ചവെച്ചത്. 7-1 5-4 ഒന്നല്ല, 7-1 ഒരു വമ്പൻ വിക്ടറിയാണ് ആർസണലിന് PSVക്കെതിരെ നേടാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട് ത്രീ മൊത്തം, ക്യാപ്റ്റൻ, 2 ഫുൾ ബാക്സ് എന്നിങ്ങനെ എല്ലാവരും ഗോള് കണ്ടെത്തിയൊരു മത്സരമായിരുന്നു. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ലെഗിനെ പറ്റി ചിന്തിക്കേ വേണ്ട. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് സെക്കൻഡ് ലെഗിന് PSV വരുമ്പോൾ അത് ടെൻഷൻ അടിച്ചിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കംഫർട്ടായിട്ട് ഫ്രീ ആയിട്ടിരുന്ന് കണ്ടാൽ മതി. അത്രയ്ക്കും അഷ്വറിങ് ആയിട്ടുള്ളൊരു വിക്ടറി ആയിരുന്നു 7-1. നമുക്ക് ഏറെക്കുറെ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിച്ചു അത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരിക്കും, റയൽ മാഡ്രിഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈനപ്പും കാര്യങ്ങളും നോക്കണം. നമ്മൾ 4-3-3 ഫോം, നമ്മുടെ സ്ഥിരം ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയത്. വലിയ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും നമ്മുടെ ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല, ഏറെക്കുറെ സിമിലർ തന്നെയായിരുന്നു. ഇനി ഒരു 4-2-3-1 ഫോർമേഷനിലാണ് പീറ്റർ ബോഷിന് കീഴിൽ PSV എൻഡോവൻ ഇറങ്ങിയിരുന്നത്. ഇനി മത്സരം തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു 7-1 വിജയം കിട്ടി എന്നുള്ള ബേസിസിൽ പറയുമ്പോഴും മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫുൾ ആധിപത്യം നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. മത്സരത്തിൽ PSV ഒരു വീക്ക് സൈഡ് ആയിരുന്നു എന്നും കണ്ണടച്ച് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഡിഫൻഡേഴ്സിനൊക്കെ അത്യാവശ്യം പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ. മത്സരം തുടങ്ങി തന്നെ വില്യം സാലിബ, എസ്പെഷ്യലി ആദ്യത്തെ നിമിഷങ്ങളിൽ വില്യം സാലിബയ്ക്ക് അത്യാവശ്യം നല്ല വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഗബ്രിയേലിനും ആണെങ്കിലും ഡിഫൻസീവിൽ നല്ല വർക്ക് റേറ്റ് ഈ മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 15ാമത്തെ നിമിഷത്തിൽ ഈ മത്സരത്തിലെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് PSVക്കായിരുന്നു. പക്ഷേ PSVയുടെ ആ ഒരു ഷോട്ട്, ആ ഒരു പ്ലെയറിൻ്റെ ഷോട്ട്, സൈറാബി എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറിൻ്റെ ഷോട്ട്, അത് നമ്മുടെ ഡേവിഡ് റായലിൽ നിന്ന് റീബൗണ്ടായി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ഷോട്ട് പക്ഷേ ഗബ്രിയേൽ കൊടുത്ത പ്രഷർ കാരണമായിരിക്കാം മേ ബി പോസ്റ്റിൽ തട്ടിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ PSVക്കാണ് വന്നത്. അതിന് ശേഷം ഒരു 18-19 മിനിറ്റ് എത്തിയപ്പോഴാണ് നമ്മൾ ഗോളടി തുടങ്ങിയത്. ഇത്തവണ ജൂലിയൻ ടിംബറാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്ത ജൂലിയൻ ടിംബറാണ് ഈ ഒരു 7 അടി മേളം സ്റ്റാർട്ട് ചെയ്തത്. ഡെക്ലാൻ റൈസ് ബോക്സിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലോഫ്റ്റഡ് പാസ് കൊടുക്കുകയായിരുന്നു ഫാർ പോസ്റ്റിലേക്ക്. അവിടെ ജൂലിയൻ ടിംബർ മറ്റൊരു PSV പ്ലെയറിനെ മറികടന്ന് ജമ്പ് ചെയ്താണ് ആ ഒരു ഹെഡർ അവിടെ പായിക്കുന്നത്. അതിനുശേഷം 21ാമത്തെ മിനിറ്റ്, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ഗോൾ വന്നു. ഇത്തവണ നമ്മുടെ ഹാലൻഡിൻ്റെ 2 സൂപ്പർ സ്റ്റാർസ് ലൂയിസ് കെല്ലി ഫ്രം ദ ലെഫ്റ്റ് ബാക്കും റൈറ്റ് വിങ്ങറായി ഈതൻ ന്യൂയിനറി കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഗോൾ വന്നത്. ലൂയിസ് കെല്ലി വെച്ച് കൊടുത്തു, ഈതൻ ന്യൂയിനറി സ്കോർ ചെയ്തു. അതിന് 21ാമത്തെ മിനിറ്റിൽ തന്നെ 2-0 എത്തി. പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 31ാമത്തെ മിനിറ്റിൽ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് സ്ട്രൈക്കർ മിക്കേൽ മെറീനോ ആണ് 3ാമത്തെ ഗോൾ കണ്ടെത്തിയത്. ബോക്സിൽ PSV പ്ലെയറും ടിംബറും തമ്മിലുള്ള ഒരു ക്ലാഷിനിടയിൽ ബോൾ വീണ് കിട്ടിയപ്പോൾ മിക്കേൽ മെറീനോ കറക്റ്റായിട്ട് അവിടെ അത് ഫയർ ചെയ്തു. അങ്ങനെ പ്രിസൈസായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ 31ാമത്തെ മിനിറ്റിൽ തന്നെ 3-0 ആയി. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാറായപ്പോഴേക്കും ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെനാൽറ്റി അവസരം PSVക്ക് കിട്ടിയെന്നുള്ളതാണ്. അതിന് കുറ്റം പറയേണ്ടത് നമുക്ക് തോമസ് പാർട്ടിനെ വേണമെങ്കിൽ കുറ്റം പറയാം. ഒരു സോഫ്റ്റ് പെനാൽറ്റിയാണ്, ഒരു കോർണറായിരുന്നു PSVക്ക്. ആ ഒരു പന്തെടുക്കുന്ന സമയത്ത് പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഇടയിൽ തോമസ് പാർട്ടിയുടെ കൈ PSV പ്ലെയറിൻ്റെ കഴുത്തിലേക്ക് കുടുങ്ങുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു PSV പ്ലെയർ ഏകദേശം തിയേറ്ററിക്കലായിട്ട് താഴോട്ട് വീണ് ഒന്ന് ഡൈവൊക്കെ ചെയ്തു. എനിവേ പ്ലെയറിൻ്റെ മേത്ത് കോൺടാക്റ്റ് ഉണ്ടെന്ന് കഴുത്തിൽ കുടുങ്ങുന്ന രീതിയിൽ കൈ വന്നു. റെഫറി അതൊരു പെനാൽറ്റി വിധിച്ചു. അതൊരു സോഫ്റ്റ് പെനാൽറ്റി തന്നെയാണ്. സ്കോർ ലൈൻ ഇങ്ങനെ അവസാനിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വറിയിടും ആയില്ലാരും. ആ ഒരു പെനാൽറ്റി അവസരം നോവ ലാങ് എന്ന് പറയുന്ന PSV പ്ലെയർ വെടിപ്പായിട്ട് കൺവേർട്ട് ചെയ്തു. ഡേവിഡ് റായ വലിയ ഡൈവൊന്നും കൊടുത്തില്ല, ഒരു ഗോള് പോവുക തന്നെ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് PSV പ്ലെയറായ ലുക്ക് ഡി ജോങ്ങിന് പിന്നെയും ഒരു ഹെഡർ അവസരം കിട്ടിയതാണ്. പക്ഷേ താരത്തിൻ്റെ ഹെഡർ പുറത്തേക്കാണ് പോയത്. അവിടെ ആർസണൽ ചെറുതായിട്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 3-1 അവസാനിച്ചു.
പക്ഷെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു വിഷമം തോന്നിയൊരു കാര്യം നമ്മുടെ ലെഫ്റ്റ് ബാക്കായ ലൂയിസ് കെല്ലി എന്ന് പറഞ്ഞ പയ്യൻ്റെ കാര്യത്തിലാണ്. ആള് അത്യാവശ്യം നല്ല ടച്ചിൽ കളിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോമ്പിനേഷൻ വർക്ക് ഈതന്യോനറിയായിട്ട് വർക്കൗട്ട് ആയതൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു രണ്ടാമത്തെ ഗോൾ വീണതിന് ശേഷം 24ാമത്തെ മിനിറ്റിൽ പ്ലെയർ ഒരു മഞ്ഞക്കാർഡ് മേടിച്ചു. ആ ഒരു മഞ്ഞക്കാർഡ് മേടിച്ചതിന് ശേഷം 1 മിനിറ്റിന് ശേഷം പിന്നെയും ഡേഞ്ചറസ് ഫൗള് പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. പക്ഷേ ഇത്തവണ റെഫറി കണ്ണടച്ചു. സ്റ്റേഡിയവും പ്ലേയേഴ്സും മൊത്തം അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് യെല്ലോയ്ക്ക് വേണ്ടി. പക്ഷേ റെഫറി ഇത്തവണ ഒരു വാണിങ്ങിൽ വിട്ടു അത്. അപ്പോൾ തന്നെ മിക്കൽ ആർട്ടറ്റയ്ക്ക് ഒരു റെഡ് അലേർട്ട് തോന്നിക്കാണും. കാരണം ഓൾറെഡി പ്രീമിയർ ലീഗിൽ റെഡ് കാർഡ് ഒക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു പ്ലെയറാണ്. സോ ഇനിയിപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് പോകുന്നൊരു മത്സരത്തിൽ ഈ ഒരു പ്ലെയറിൻ്റെ റെഡ് കാർഡ് കാരണം അനാവശ്യമായ ടെൻഷൻസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും മത്സരത്തിൽ വരണ്ടെന്ന് കരുതിയിട്ടാവണം 3ാമത്തെ ഗോൾ കിട്ടിയപ്പോൾ തന്നെ പ്ലെയറിനെ പിൻവലിച്ചു, കലഫ്യൂറിനെ ഇറക്കി വിട്ടു. നല്ലൊരു ഡിസിഷൻ തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. ചെക്കൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട്. പക്ഷേ സ്റ്റിൽ അതൊരു നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. വെറുതെ അവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ PSVക്ക് തിരിച്ചു വരണമെങ്കിൽ ഗോൾസ് വളരെ അനിവാര്യമായി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ പിന്നെയും നമ്മുടെ സ്കെയിൽ ഉയർത്തുമായിരുന്നു. അവിടെ മത്സരം തുടങ്ങി 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടഗാർഡ് പൊട്ടിച്ചു. ക്യാപ്റ്റൻ്റെ വക ഒരു കിടിലൻ ഗോള്. റൈറ്റ് വിങ്ങിൽ നിന്നും ഈതന്യോനറി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന അറ്റാക്കിന് റീബൗണ്ടായി കിട്ടുന്ന പന്തിലേക്ക് പിറകിൽ നിന്ന് ഓടി വരുന്ന മാർട്ടിൻ ഓഡഗാർഡിൻ്റെ വക തകർപ്പൻ ഫിനിഷായിരുന്നു. അതിനുശേഷം പിന്നെ 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രൊസാർഡും സ്കോർ ചെയ്തു. ലെഫ്റ്റിൽ പകരക്കാരനായി വന്ന കലഫ്യൂറി വെച്ച് കൊടുക്കുന്ന പന്തിലേക്ക് ട്രൊസാർഡിൻ്റെ വക ഒരു ഗോൾ കീപ്പർ കയറി വരുന്ന അഡ്വാൻസ് ചെയ്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ചിപ്പ് ചെയ്ത് ഗോൾ കീപ്പറിൻ്റെ തലയ്ക്ക് മേളിൽ കൂടെ സ്കോർ ചെയ്യുമായിരുന്നു. അപ്പം തന്നെ സ്കോർ ലൈൻ 5-1 എത്തി. പിന്നീട് 73ാമത്തെ മിനിറ്റിൽ അവിടെ മിക്കേൽ മെറീനെ വെച്ച് കൊടുക്കുന്നതിലേക്ക് പിന്നെയും ഓടി ചാർജ് ചെയ്ത് ബോക്സിലേക്ക് ചാർജ് ചെയ്ത് പോകുന്നത് എഗെയിൻ നമ്മുടെ ക്യാപ്റ്റനായ ഒഡഗാർഡായിരുന്നു. ബോക്സിന് എഡ്ജിൽ നിന്ന് എടുക്കുന്ന ഷോട്ട് PSV ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ തട്ടിയിട്ടാണ് ഉള്ളോട്ട് കയറുന്നത്. മേ ബി കുറച്ച് കംഫർട്ടബിളായിട്ട് PSV ഗോൾ കീപ്പർക്ക് അത് ഡീൽ ചെയ്യാമായിരുന്നു. പക്ഷേ എനിവേ അത് ഗോളായി. അതിനുശേഷം 85ാമത്തെ മിനിറ്റിൽ ക്യാപ്റ്റനായ ഒഡഗാർഡ് വെച്ച് കൊടുക്കുന്ന പന്തിലേക്ക് ബോക്സിലേക്ക് ഓടിക്കരുത് പകരക്കാരനായി വന്ന കലഫ്യൂറി ആയിരുന്നു. നല്ല വെട്ടിപ്പായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് ഗോൾ കീപ്പർ അഗെയിൻ ബീറ്റണായി. അങ്ങനെ സ്കോർ ലൈൻ 7-1 എന്നുള്ള രീതിയിൽ മത്സരം അവസാനിച്ചു എന്നുള്ളതാണ്. സോ നമ്മുടെ ഏറെക്കുറെ എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മത്സരം തന്നെയായിരുന്നു. ഫ്രണ്ട് ത്രീ ആയാലും മിഡ്ഫീൽഡിൽ നിന്ന് ഡെക്ലാൻ റൈസ് ആയാലും ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡ് ആണെങ്കിലും അതേപോലെ ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക് പെയറിങ് എല്ലാം അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്ത മത്സരം തന്നെയായിരുന്നു. സോ ഈ ഒരു മത്സരത്തോടു കൂടി നമ്മൾ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദ ടിക്കറ്റ് ടു മാഡ്രിഡ് ഈസ് ഓൾമോസ്റ്റ് കൺഫേംഡ്. ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. ആ സെക്കൻഡ് ലെഗ് റിട്ടേൺ ലെഗ് എമിറേറ്റ്സിൽ കഴിയണം എന്നുള്ളൊരു ചടങ്ങ് മാത്രമാണ് ഏറെക്കുറെ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതിന്. മാഡ്രിഡിൽ ഏത് ടീമായിട്ടുള്ളതെന്നാണ് നമുക്കിനി അറിയേണ്ടത്. അതിന് അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നെക്സ്റ്റ് വീക്ക് റിട്ടേൺ ലെഗ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് അധികം പ്ലേയേഴ്സിനൊന്നും അധികം റിസ്ക് ചെയ്യാണ്ട് തന്നെ മിക്കേൽ ആർട്ടറ്റയ്ക്ക് ഈ ഒരു ടൈ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിൽ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എടുത്തു പറയാനാണെങ്കിൽ മിക്കേൽ മെറീനോ ആ ഒരു ഫാൾസ് 9 പൊസിഷൻ തന്നെ കൊണ്ട് പറ്റും, വെടിപ്പാട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സീരിയസ് പുഷ് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ വിങ്ങേഴ്സ് അവരുടെ ജോലി അത്യാവശ്യം വെടിപ്പാട്ട് ചെയ്തു. ആൻഡ് മിഡ്ഫീൽഡാണ് പറയാനുള്ളത്. നമ്മുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡ് അത്യാവശ്യം ഒരു കോൺഫിഡൻസിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചനകൾ കാണിച്ചു ഈ ഒരു മത്സരത്തിൽ. നന്നായിട്ട് തന്നെ ബോൾ ക്യാരി ചെയ്യുന്നതിലാണെങ്കിലും അത്യാവശ്യം ക്വിക്കായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിലാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് അത്യാവശ്യം പ്ലെയർ റീഗെയിൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് സൂചനകൾ അവിടെ കണ്ടു തുടങ്ങി. ഡെക്ലാൻ റൈസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബോക്സിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആഴ്സണലിൻ്റെ അറ്റാക്കിങ്ങിന് വളരെ പിവറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു മത്സരത്തിൽ എടുത്ത് കാണാമായിരുന്നു. അതേപോലെ നമ്മുടെ ഡിഫെൻസീവ് യൂണിറ്റ് നല്ല രീതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. PSV ഒരു വീക്ക് ലിങ്ക്. ഇപ്പോൾ 7-1 സ്കോർ ലൈൻ കാണുമ്പോൾ ഇപ്പോൾ ഒരു ഔട്ട്സൈഡർ കാണുകയാണെങ്കിൽ നോക്കുമ്പോൾ ഓക്കെ PSV വാസ് എ വീക്ക് ടീം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, അവർ അവരുടേതായ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അറ്റാക്കിംഗ് ത്രെറ്റ്സ്, കൗണ്ടർ അറ്റാക്കിംഗ് ത്രെറ്റ്സ് അവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ആഴ്സണൽ ടീം അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻസീവ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തതാണ് ഈ ഒരു സ്കോർ ലൈനിൽ അവസാനിച്ചത് എന്നുള്ളതാണ്. ആൻഡ് ബോക്സിനകത്ത്, അറ്റാക്കിംഗ് ബോക്സിനകത്ത് നമ്മുടെ ക്ലിനിക്കൽ ടച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഈ മത്സരത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും വിത്തൗട്ട് എ സ്ട്രൈക്കർ നമ്മളെങ്ങനെയാണ് കളിക്കേണ്ടത്, മിക്കേൽ ആർട്ടറ്റ ഉദ്ദേശിക്കുന്ന ഒരു രീതി ശരിക്കും ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു സ്ട്രൈക്കർ ഇല്ലാതെ 7 ഗോളാണ് ടീം അടിച്ചു കൂട്ടിയിരിക്കുന്നത്. സോ അവിടേക്ക് മറ്റുള്ള പ്ലേയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത രീതി ഇതാണ് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. വിത്തൗട്ട് എ സ്ട്രൈക്കർ കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ആഴ്സണലിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തത്, ഒരു കളക്റ്റീവ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ടീം. സോ അത് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ ഈ പ്രീമിയർ ലീഗിൽ ഒരു മോശം ഫോമിനിടയിലും ഈ ഒരു മത്സരം ആഴ്സണൽ ഫാൻസിന് നൽകുന്ന ഒരു സന്തോഷം ചെറുതല്ല എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് നമ്മൾ പോകുമ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.
ഇനി നേരെ സ്പെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ ഒപ്പോണൻറ്റ് ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ഒപ്പോണൻറ്റ് ആരായിരിക്കും എന്നുള്ള അറിയാനുള്ള ഫസ്റ്റ് ലെഗ് മത്സരം മാഡ്രിഡ് ഡെർബി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സാന്റിയാഗോ ബെർണബിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന് ഒരു നാരോ വിക്ടറിയാണ് കിട്ടിയത്. 2-1 വിജയമാണ് അവർക്ക് ലഭിച്ചത്. സോ അടുത്ത വീക്ക് മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ ഒരു ഗോളിൻ്റെ ഒരു അഡ്വാൻറ്റേജുമായിട്ടായിരിക്കും കാർലോ ആൻസലോട്ടിയും സംഘവും അവിടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു മത്സരത്തിൽ റയലിൻ്റെ ലൈനപ്പ്, അത്ലറ്റിക്കോൻ്റെ ലൈനപ്പിൽ വലിയ കാര്യമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും പറയാനിരുന്നില്ല, അവരുടെ സ്ഥിരം ടീം തന്നെയായിരുന്നു. ഇനി റയലിൻ്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഫെഡെ വാൽവെർദെ റൈറ്റ് ബാക്കിൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഫെഡെ വാൽവെർദെ തിരിച്ചു വന്നു എന്നുള്ളതാണ്, പക്ഷെ പ്ലെയർ അത്ര ഫിറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും പ്ലെയറിനെ ഇറക്കാൻ അവിടെ കാർലോ ആൻസലോട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് റൈറ്റ് ബാക്കിൽ. ആൻഡ് മിഡ്ഫീൽഡിൽ ചോംനി, കമവിംഗ ആൻഡ് ബ്രഹീം ഡയസ് ആയിരുന്നു. ജൂഡ് ബെല്ലിംഗാമിന് സസ്പെൻഷൻ ആയ കാരണം ഈ ഒരു മത്സരത്തിൽ ഉണ്ടായില്ല. ഇനി അടുത്ത മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ എന്തായാലും പ്ലെയർ ഉണ്ടാവും. ജൂഡ് ബെല്ലിംഗം ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ബ്രഹീം ഡയസ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. എനിവേ ബ്രഹീം ഡയസ്, കമവിംഗ, ചോമനി എന്നുള്ള ഒരു സഖ്യമായിരുന്നു മിഡ്ഫീൽഡ്, ഒരു കൂട്ടുകെട്ടായിരുന്നു മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഫ്രണ്ട് ത്രീ ആസ് യൂഷ്വൽ റോഡ്രിഗോ, എംബാപ്പെ, വിനീഷ്യസ് തന്നെ. മത്സരം തുടങ്ങി ആദ്യം തന്നെ ചാർജ് ചെയ്ത് റയലായിരുന്നു. 4ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ഗോള് കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫെഡെ വാൽവെർഡെ എന്നൊരു പ്ലെയറിൻ്റെ അഭാവം പലപ്പോഴും മാഡ്രിഡ് ടീമിനെ ബാധിക്കാറുണ്ട് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഫെഡെ വാൽവെർഡെ ഈസ് നോൺ ആസ് ദി കീ പ്ലെയർ ഇൻ ദ കറന്റ് മാഡ്രിഡ് സ്ക്വാഡ് എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നു. അതിനോട് വ്യക്തമായൊരു എവിഡൻസ് 4ാമത്തെ മിനിറ്റിൽ തന്നെ ഫെഡെ വാൽവെർഡെ അവിടെ കൊടുത്തു എന്നുള്ളതാണ്. അവിടെ ആ ഒരു ഗോളിലേക്ക് വഴിവെച്ചത് ഫെഡെ വാൽവെർഡയുടെ ഒരു കിഡിലൻ പാസ് ആയിരുന്നു ഫ്രം ദി ഓൺ ഹാഫ്. ലെഫ്റ്റ് ബാക്കായ ഗാലൻ്റെ പറയൂടെ റോഡ്രിഗോയ്ക്ക് ഓടാൻ വെച്ചു കൊടുത്ത ആ ഒരു പാസ്, അതെടുത്ത് റോഡ്രിഗോ കട്ടിങ് ചെയ്ത് ബോക്സിലേക്ക് കയറി 2 പ്ലേയേഴ്സിനെ മാറിയാണ് ആ ഒരു ഷോട്ട് എടുക്കുന്നത്. അവിടെ ഒബ്ലാക്ക് അവിടെ ബീറ്റൺ ആവുമായിരുന്നു. അവിടെ വേറെ ഡൗട്ട്, ആ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ വേറെ ഡൗട്ടൊന്നുമില്ല, ഒബ്ലാക്ക് അവിടെ ബീറ്റൺ ആവുകയായിരുന്നു. അങ്ങനെ 4ാമത്തെ നിമിഷത്തിൽ തന്നെ റയൽ മാഡ്രിഡ് അവിടെ ഗോള് കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഗോളിന് ശേഷം പതുക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇപ്പോൾ ലാസ്റ്റ് റയൽ മാഡ്രിഡ് റയൽ ബെറ്റിസിനോട് കളിച്ചപ്പോൾ നടന്നിരുന്ന അതേ സീക്വൻസ് തന്നെ ലാ ലീഗയിൽ. ആദ്യം റയൽ മാഡ്രിഡ് ഗോൾ ഇടുന്നു, പിന്നീട് പതുക്കെ റയൽ ബെറ്റിസ് മത്സരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സെയിം സിനാരിയോ തന്നെ ഏറെക്കുറെ ഇവിടെയും വരാൻ തുടങ്ങി. പക്ഷേ നല്ല രീതിയിൽ പന്ത് കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് നടത്താനായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു ബോക്സിനകത്ത് ഒരു ഡിസിസീവ് ഫിഗർ, ഒരു ഡിസിസീവ് പ്രസൻസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. സോ ഗോളുകൾ അത്ര പെട്ടെന്ന് വന്നില്ല. പക്ഷെ 32ാമത്തെ മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് ആ ഒരു ഇക്വലൈസിങ് ഗോള് കണ്ടെത്തി എന്നുള്ളതാണ്. അതൊരു ആ ഒരു മത്സരത്തിലെ ബെസ്റ്റ് ഗോൾ എന്ന് തന്നെ പറയണം. അത് ഒരു 1-on-1 സിറ്റുവേഷൻ ആയിരുന്നു. ലെഫ്റ്റ് വിങ്ങിന് ചേർന്ന് ബോക്സിന് പുറത്തായിട്ട് കമവിംഗ ആയിട്ട് ഒരു 1-on-1 സിറ്റുവേഷൻ ആയിരുന്നു. സോ ആ ഒരു സിറ്റുവേഷൻ ജൂലിയൻ അൽവാരസ് അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ കമവിംഗേനെ വെട്ടിച്ചു. ഏറെക്കുറെ ഡ്രോപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം കമവിംഗേനെ. ബോക്സിനകത്തേക്ക് കയറിയതിന് ശേഷം ഒരു കർവിങ് ഷോട്ട്, ഒരു എന്നാ ബ്യൂട്ടി എന്നൊക്കെ പറയില്ല, പക്ക ബ്യൂട്ടി സാധനം. അവിടെ കോർട്ടുവ ബീറ്റൺ എന്നുള്ളതാണ്. സോ അങ്ങനെ 32ാമത്തെ മിനിറ്റിൽ ഗോൾസ് 1-1 എന്നുള്ള സ്കോർ ലൈനിൽ ഒരു ഈക്വലൈസിങ് ഗോൾ അവിടെ ജൂലിയൻ അൽവാരസിന് കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീട് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണെങ്കിലും കാര്യങ്ങൾ ആദ്യം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കാലുകളിൽ തന്നെയായിരുന്നു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ. പക്ഷെ 52ാമത്തെ മിനിറ്റിൽ ഔട്ട് ഓഫ് ദ ബ്ലൂ ബ്രഹീം ഡയാസ് വിന്നിങ് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഫെർലാൻ മെന്നി ബ്രഹീം ഡയാസിന് വെച്ചുകൊടുത്തു. ബോക്സിനകത്ത് പന്ത് റിസീവ് ചെയ്തതിന് ശേഷം ബ്രഹീം ഡയാസ് എതിരെ വന്ന് ബാരിയോസിനും ജിമിനസ് എന്ന് പറയുന്ന അത്ലറ്റിക് മാഡ്രിഡിന്റെ പ്ലേയേഴ്സിനെതിരെയായിരുന്നു. അവിടെ ബ്രഹീം ഡയാസ് ചെയ്ത് വെച്ച സ്കില്ലും ആ 2 പ്ലേയേഴ്സിനെയും ബീറ്റൺ ചെയ്തു. എക്സലൻറ്റ് ഫുട് ബോക്സും കാര്യങ്ങളും നടത്തി അവിടെ ബീറ്റൺ ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഗോള് കണ്ടെത്തിയത്. ലോ ഷോട്ട് എടുത്തും എഗെയിൻ ഒബ്ലാക്ക് ബീറ്റൺ ആയത്. അങ്ങനെ സ്കോർ ലൈൻ അവിടെ 2-1 എത്തി. പിന്നീട് അങ്ങോട്ട് നടന്നത് സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ കളികളായിരുന്നു. ആദ്യം തന്നെ 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ലൂക്ക മോഡ്രിച്ചിനെ ഇറക്കി, കമവിംഗേനെ പിൻവലിച്ചു. ആ ഒരു മത്സരത്തിന് ശേഷം കോച്ചായ കാർലോ ആൻസലോട്ടി പറയുന്നുണ്ട് കമവിംഗ അത്ര ബെസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹത്തിന് ചെറിയൊരു ബാക്ക് ഡിസ്കംഫർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാർലോ ആൻസലോട്ടി പറയുന്നുണ്ട്. സോ അതിന് ശേഷം ലൂക്ക മോഡ്രിച്ച് വന്നു. ലൂക്ക മോഡ്രിച്ച് കളി അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ തുടങ്ങി. അതേസമയം അത്ലറ്റിക്കോൻ്റെ കാര്യം വന്നപ്പോൾ മിഡ്ഫീൽഡിലുണ്ടായ ബാരിയോസിനെയും മാറ്റി, ഡിപ്പോളിനെയും മാറ്റി, അതേപോലെ ഗ്രീസ്മാനെ മാറ്റിയിട്ട് ലേനോർമാൻഡിനെ ഇറക്കി. അതൊരു വല്ലാത്തൊരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് തോന്നി. കാരണം ഒരു അറ്റാക്കിംഗ് പ്ലെയറെ മാറ്റിയിട്ട് ഒരു ഡിഫൻഡറെ ഇറക്കി വിടുന്നുണ്ട്, ഒരു ബാക്ക് 5ലേക്ക് പോകുന്നു. സോ വാട്ട് വാസ് സിമിയോണി തിങ്കിങ് എന്നുള്ളൊരു കാര്യം.
സിമിയോണി വേണമെങ്കിൽ ആ ഒരു 2-1 എന്നുള്ള സ്കോർ ലൈൻ ഇനി ഉയരാതെ ഇരിക്കാൻ ശ്രമിച്ചതാവാം. മേ ബി ഇനി മെട്രോപൊളിറ്റാനിലേക്ക് വരുമ്പോൾ ബാക്കി നോക്കാം, ഈ ഒരു സ്കോർ ലൈൻ ഈ ഒരു അഡ്വാൻറ്റേജിൽ കൂടുതൽ റയൽ മാഡ്രിഡിന് വിട്ടുകൊടുക്കേണ്ട എന്നൊരു തീരുമാനം എടുത്താണെന്ന് അറിയില്ല. അതുപോലെ ലുനിനെയും സിമിയോണിയുടെ മകനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പക്ഷേ ഒന്നും സിമിയോണിക്ക് അത്ര ഗുണകരമായിട്ട് ഫലിച്ചില്ല എന്നുള്ളതാണ്. ആ ബാക്ക് 5 കൊണ്ട് പിന്നീട് മറ്റു ഗോളുകൾ നേടാനായിട്ട് റയൽ മാഡ്രിഡിന് സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് മത്സരത്തിലാകെ ഉണ്ടായത്. സോ അങ്ങനെ 2-1 ഒരു നാരോ വിക്ടറി അവിടെ കാർലോ ആൻസെലോട്ടി സംഘവും നേടിയെടുത്തു എന്നുള്ളതാണ്. ഇനി ഈ ഒരു മത്സരത്തിൽ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്തു വരണമെങ്കിൽ ഫെഡെ വാൽവെർദെ, അത് തുടങ്ങുമ്പോൾ തന്നെ പറയണം, അത് വല്ലാത്ത ജാതി ഒരു പ്ലെയർ. നമ്മൾ കുമ്പിടി എന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറി. അറ്റാക്കിങ്ങിന് പോയാൽ അവിടെയും ഉണ്ടാവും, ഡിഫൻസിന് വന്നാൽ അവിടെയും ഉണ്ടാവും. സ്വന്തം പൊസിഷൻ മാത്രമല്ല, വേണമെങ്കിൽ സെൻട്രൽ ഏരിയാസും കവർ ചെയ്യും. ഈ ഒരു മത്സരത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഗ്രീസ്മാനും ഫെഡെ വാൽവെർദെയായിട്ട് സെൻട്രൽ ഏരിയയിൽ, ഡിഫൻസിൻ്റെ ഏരിയയിൽ, സെൻറ്റർ ബാക്ക് കവർ ചെയ്യേണ്ട ഏരിയയിൽ ഫെഡെ വാൽവെർദെ വന്ന് ഡിഫെൻഡ് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് മാച്ച് സിറ്റുവേഷൻ ആയേനെ അത്. പക്ഷേ അവിടെ ഫെഡെ വാൽവെർദെ കറക്റ്റായിട്ട് ആ പന്ത് ട്രാക്ക് ചെയ്ത് അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ്. സോ അവിടെയൊക്കെ ഫെഡെ വാൽവെർദെ പോലൊരു പ്ലെയർ, നമുക്കൊരു വർക്ക് ഹോഴ്സിനെ ഒരുപാട് കിട്ടും. ചിലപ്പോൾ ഒരുപാട് ടീമുകളിൽ ഒരുപാട് വർക്ക് ഹോഴ്സ് പ്ലെയേഴ്സ് ഉണ്ടാവും, പക്ഷേ എഫിഷ്യൻറ്റ് വർക്ക് ഹോഴ്സ് എന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറി അത് വളരെ റെയറാണ്. ആ ഒരു കാറ്റഗറി പെടുന്നതാണ് ഈ ഫെഡെ വാൽവെർദെ പോലുള്ള പ്ലെയർ. റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, മിഡ്ഫീൽഡറായിട്ട് കളിക്കും, റൈറ്റ് വിങ്ങിൽ കളിക്കും. ഇപ്പോൾ കാർലോ ആൻസെലോട്ടി പറയുന്നുണ്ട്, വേണമെങ്കിൽ പുള്ളീനെ ഞങ്ങൾ സെൻട്രൽ ബാക്കിലും ട്രൈ ചെയ്യും, പുള്ളിക്ക് അതും പറ്റുമെന്ന് ചിലപ്പോൾ പറ്റുമായിരിക്കും. അതിനൊക്കെ ഒതുങ്ങുന്ന ഒരു പ്ലെയറാണ് റയൽ മാഡ്രിഡിൻ്റെ. എനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഫ്രണ്ട് ഫോറിലെ പ്ലെയേഴ്സ് പറയുന്നുള്ളൂ, അവരെക്കാളൊക്കെ ഉപരി റയൽ മാഡ്രിഡ് ശരിക്കും എഫക്റ്റ് ഫീൽ ചെയ്യുന്ന ഫെഡെ വാൽവെർഡെയുടെ ആണ് ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഇപ്പോൾ. സോ ഫെഡെ വാൽവെർഡെ പെർഫോമൻസ് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതേപോലെ റോഡ്രിഗോൻ്റെയും ബ്രഹീം ഡയാസിൻ്റെയും പെർഫോമൻസും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. വിനീഷ്യസും എംബാപ്പയും അത്ര അങ്ങോട്ട് ഹൈലൈറ്റിംഗ് പെർഫോമൻസ് ഒന്നും അവർക്ക് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ജൂഡ് ബെല്ലിംഗാം ഈ ഒരു മത്സരത്തിൽ ഉണ്ടായില്ല. സോ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരാം. കുറച്ചും കൂടി എംബാപ്പയ്ക്കൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് പ്ലേ ചെയ്യാനായിട്ട് ജൂഡ് ബെല്ലിംഗാമിൻ്റെ പ്രസൻസ് ഹെൽപ്പ് ചെയ്തെന്ന് വരാം. ആൻഡ് സെൻറ്റർ ബാക്ക് പെയറിംഗ് വാസ് ഓക്കെ, റോളർ സെൻച്യോ റുഡിഗർ വാസ് ഓക്കെ. ആൻഡ് ഓവറോൾ ആൻഡ് കമവിംഗ ജർമ്മനി മിഡ്ഫീൽഡ് അത്ര ബെസ്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ കമവിംഗയുടെ കാര്യം നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിനൊരു ബാക്ക് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു എന്ന് കോച്ച് പറയുന്നുണ്ട്. ബട്ട് എനിവേ 2-1 ഒരു വിക്ടറി ആയിട്ട് ആ ഒരു മാഡ്രിഡ് ഡെർബി അവസാനിച്ചു. ഈ ഒരു സീസണിലെ ആദ്യത്തെ മാഡ്രിഡ് ഡെർബിയിലെ ഒരു വിക്ടറിയാണിത്. കാരണം കഴിഞ്ഞ 2 മത്സരം 1-1 ഡ്രോയിലാണ് അവസാനിച്ചത്. സോ ഇതിൻ്റെ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിലേക്കാണ് അടുത്ത ആഴ്ച ഈ കാർലോ ആൻസെലോട്ടി സംഘം ചെല്ലുന്നത്. സോ അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ സിമിയോണിക്ക് കഴിയുമോ, അല്ലെങ്കിൽ ആർസണലിനെ നേരിടാൻ ഒഫീഷ്യലി പറയാറായിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു 7-1 വിക്ടറിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രം. സോ ആരായിരിക്കും ആർസണലിൻ്റെ എതിരാളികൾ എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിലാണ് നിശ്ചയിക്കപ്പെടുക. സോ എനിവേ ഈ 2 മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് have a nice day.